ചിലർക്കൊരു വിചാരമുണ്ട്, ഒരുപാട് സമ്പത്തും വലിയ വലിയ വീടുകളും ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്. എന്നാൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും തലചായ്ക്കാൻ ഒരു വീടും ദീനുള്ള ഇണയും കുടുംബവും മറ്റുള്ളവരോട് യാചിക്കാതെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ നമുക്കാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചവരും ഏറ്റവും വലിയ സമ്പത്ത് ലഭിച്ചവരുമാണ്. പ്രശ്നം കിടക്കുന്നത് മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ്, അതും താഴെയുള്ളവരിലേക്ക് നോക്കാതെ മുകളിലുള്ളവരിലേക്ക് നോക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖക്കും വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് നോക്കാതെ താഴെയുള്ളവരിലേക്ക് നോക്കുക. അത് അള്ളാഹു തന്ന നിഅമത്തുകൾ, ആ അനുഗ്രഹങ്ങൾ, അതിനെ നിസ്സാരമാക്കാതിരിക്കാൻ ഏറ്റവും ഉചിതമാണ്. നമുക്ക് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ തലചായ്ക്കാൻ ഒരിടമില്ലാതെ ബസ് സ്റ്റാൻഡുകളിലും തെരുവോരങ്ങളിലും പന്തിയുറങ്ങുന്ന, ഓരോ ദിനവും തള്ളി നീക്കാൻ പലരോടും യാചിക്കുന്ന, അത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നാമൊക്കെ എത്ര വലിയ അനുഗ്രഹം ലഭിച്ചവരാണല്ലേ. അൽഹംദുലില്ലാഹ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാൻ നാം സന്നദ്ധരാവുക. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.